10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടൈംസ് 100. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താ? ആദ്യത്തെ 4 ടൈംസിന്റെ സമ്മ് 100 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഇത്രയും ടൈംസിന്റെ സം ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സം എത്രയാണ്? 100 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ടൈംസിന്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ 4 ടൈംസ് അല്ലേ. അതായത് ഈ ടൈംസിന്റെ എണ്ണം ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഇരട്ട സംഖ്യയാണ് അല്ലേ. ഈവൻ നമ്പർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? കണ്ടിന്യൂസ് ഈവൻ നമ്പർ ഓഫ് ടൈംസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സമ്മുമായിട്ടുള്ള റിലേഷൻ എന്താ? ഈ ടൈംസിൽ നിന്ന് പൊസിഷൻസിന്റെ സം ഈക്വൽ ആവുന്ന രീതിയിൽ പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സിന്റെ അല്ലെങ്കിൽ ജോഡികളുടെ സം എങ്ങനെയായിരിക്കും? ജോഡികളുടെ സം ഈക്വൽ ആയിരിക്കൂലേ. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ഓഫ് ടൈംസിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ നമുക്ക് സെന്ററിലെ ടൈം അല്ല കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ എന്താ? അവയുടെ പൊസിഷൻസിന്റെ സം ഈക്വൽ ആവുന്ന രീതിയിൽ പേഴ്സ് ആയിട്ട് തിരിക്കുക. ആ പേഴ്സിന്റെ സം ആണ് ഈക്വൽ ആകാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് പേഴ്സ് ആയിട്ട് തിരിച്ചാലോ? എങ്ങനെയാ പേഴ്സ് ആയിട്ട് തിരിക്കണമെന്ന് പറഞ്ഞത്? ആദ്യത്തെ ടൈമും അവസാനത്തെ ടൈമും ഒരു പെയർ ആക്കണം അല്ലെ. അതിനുശേഷം ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പെയറുകൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒരു പെയർ ആക്കത്തില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ജോഡികളായിട്ട് തിരിക്കുന്നത്. അരിത്മെറ്റിക് സീക്വൻസിലെ ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണ് തരുന്നതെങ്കിൽ ആദ്യത്തെയും ലാസ്റ്റത്തെയും ഒരു പെയർ ആക്കുക. അതിനുശേഷം ഉള്ളിലേക്ക് ഓരോ പെയറുകളായിട്ട് തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര പെയർ കിട്ടി? 2 പെയർ കിട്ടി അല്ലെ. ആ പെയറുകളുടെ സം ഈക്വൽ ആയിരിക്കൂലേ. 4 ടൈമും കൂടെ കൂട്ടിയാൽ 100 ആണ് കിട്ടുന്നതെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓരോ പെയറിനും എത്രയായിരിക്കും സം വരുന്നത്? ഓരോ പെയറിനും 50 വെച്ചായിരിക്കും സം വരുന്നത്. പെയറുകളുടെ സം ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് ആദ്യത്തെ ടൈമും ലാസ്റ്റത്തെ ടൈമും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 50 കിട്ടും. സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കൂടെ കൂട്ടിയാലോ അതും 50 തന്നെയാണ് കിട്ടുന്നത് അല്ലെ. ഓരോ പെയറിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 4 അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. പെയറുകളുടെ സമ്മ് മാത്രമല്ലേ നമുക്ക് തന്നിട്ടുള്ളൂ, ഒരു ടൈം തന്നിട്ടില്ലല്ലോ. അത് കാരണം പെയറിന്റെ സം 50 ആകുന്ന രീതിയിൽ ഏതെങ്കിലും 2 ടൈമുകൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവിടെ കോമൺ ഡിഫറൻസോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമോ ഒന്നും തന്നിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. പെയറിന്റെ സമ്മ് കറക്റ്റ് ആകുന്ന രീതിയിൽ ഏതെങ്കിലും 2 ടൈമുകൾ നമ്മൾ ചൂസ് ചെയ്യും. അതിനുശേഷം അതനുസരിച്ച് ബാക്കിയുള്ളത് കണ്ടുപിടിക്കും. ഇവിടെ ഞാൻ ഫസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സെക്കൻഡും തേർഡും ടൈംസ് ആണ്. കാരണം അതല്ലേ അടുത്തടുത്ത് കിടക്കുന്നത്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കുവാണെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം അല്ലെ, അടുത്തടുത്ത ടൈമുകൾ ആയതുകൊണ്ട്. സെക്കൻഡ് ടൈം ഞാൻ 20 ആയിട്ട് യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. സെക്കൻഡ് ടൈം ആണ് 20. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം ഏതായിരിക്കും? സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടേണ്ടത്? ആ പെയറിന്റെ സം 50 ആയിട്ട് കിട്ടുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം എത്രയായിരിക്കും? 20യുടെ കൂടെ 30 കൂട്ടിയാലല്ലേ 50 കിട്ടുള്ളൂ. അതായത് തേർഡ് ടൈം 30 ആയിരിക്കും. അപ്പൊ സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കിട്ടി അല്ലെ. തൊട്ടടുത്തടുത്ത ടൈമുകളല്ലേ. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 30 - 20 ചെയ്താൽ പോരെ. അപ്പോൾ 30 - 20 10 അല്ലെ. കോമൺ ഡിഫറൻസ് നമുക്ക് 10 ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കത്തില്ലേ. സെക്കൻഡ് ടൈമിനോട് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. കോമൺ ഡിഫറൻസ് എത്രയാണ്? 10 അല്ലെ. അപ്പോൾ 20 - 10 10 കിട്ടുമല്ലേ നമുക്ക് ആൻസർ. അടുത്ത ഫോർത്ത് ടൈം എത്രയായിരിക്കും നേരം? തേർഡ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. കോമൺ ഡിഫറൻസ് 10 ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 30 + 10 40 കിട്ടും അല്ലെ. 40. ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസ് 10, 20, 30, 40 എക്സെട്ര എന്ന് കിട്ടും. ഇനി വേറെ അരിത്മെറ്റിക് സീക്വൻസോ? ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അതായത് സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 50 കിട്ടണം അല്ലെ. അങ്ങനത്തെ ഏതെങ്കിലും 2 സംഖ്യകൾ പറഞ്ഞേ. സെക്കൻഡ് ടൈം ഞാൻ 10 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം എത്രയായിരിക്കും? സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 50 കിട്ടണം അല്ലെ. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം എത്രയായിരിക്കും? 40 ആയിരിക്കും അല്ലെ. 40. അതായത് സെക്കൻഡ് ടൈമും തേർഡ് ടൈമും നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് ഫസ്റ്റ് ടൈം കിട്ടത്തില്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് അപ്പൊ എത്രയായിരിക്കും? 40 - 10 30 ആയിരിക്കും അല്ലെ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 30 ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമോ? സെക്കൻഡ് ടൈമിൽ നിന്ന് 30 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. അതായത് 10 - 30 എത്ര കിട്ടും? -20 കിട്ടും അല്ലെ. -20. ഫോർത്ത് ടൈമോ? തേർഡ് ടൈമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അതായത് 40 + 30 70 കിട്ടും അല്ലെ. അതായത് അടുത്ത അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് എത്രയായിട്ട് കിട്ടി? -20, 10, 40, 70 എക്സെട്ര. ഇനി അടുത്തത്
സെക്കൻഡ് ടൈം ഞാൻ 0 ആയിട്ട് എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം ഏതായിരിക്കും? സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടണം അല്ലേ? അതായത് 0 + 50 അല്ലേ 50? അതായത് തേർഡ് ടൈം എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ? കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 50 കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി ഫസ്റ്റ് ടൈമോ? ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടത്തില്ലേ? എത്രയാണ്? 50 - 0 50 അല്ലെ? കോമൺ ഡിഫറൻസ് നമുക്ക് 50 ആയിട്ട് കിട്ടി. അതായത് സെക്കൻഡ് ടൈമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താലാണ് ഇത് കിട്ടുന്നത്, ഫസ്റ്റ് ടൈം കിട്ടുന്നത് അല്ലെ? അതായത് 0 - 50 -50 കിട്ടും. അടുത്ത ഫോർത്ത് ടൈമോ? തേർഡ് ടൈമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? അതായത് 50 + 50 100 കിട്ടും അല്ലെ? 100 എക്സെട്ര. ഇനി വേറെ അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്തത് ഞാൻ സെക്കൻഡ് ടൈം 15 ആയിട്ട് എടുത്തെന്ന് വിചാരിക്കുക, 15. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം ഏതായിരിക്കും? 15ന്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയാലും 50 കിട്ടുന്നത്? 35 കൂടെ ആഡ് ചെയ്യണ്ടേ? 15 35 വരെ 50 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഏതായിരിക്കും? ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? 35 - 15 നമുക്ക് 20 കിട്ടും അല്ലെ? കോമൺ ഡിഫറൻസ് 20 ആണ്. അതായത് ഫസ്റ്റ് ടൈം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? 15 - 20 എത്ര കിട്ടും? -5 കിട്ടും അല്ലെ? 15ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്യണം, അപ്പോൾ -5 ആണ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം ആയിട്ടോ? 35നോട് എത്ര ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് 20 ആഡ് ചെയ്യണം അല്ലെ? അതായത് 35 + 20 55 കിട്ടും അല്ലെ? 55. അതായത് നമ്മളോട് 4 അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനായിരുന്നല്ലേ പറഞ്ഞത്? 4 നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് ഏതായിരുന്നു? 10 20 30 40. രണ്ടാമത്തതോ? -20 10 40 70 എക്സെട്ര. മൂന്നാമത്തതോ? -50 0 50 100 എക്സെട്ര. നാലാമത്തതോ? -5 15 35 55 എക്സെട്ര. ഇതെല്ലാം കൂടി വരുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി കുറഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് കിട്ടുമോ? കുറഞ്ഞു വരുന്ന രീതിയിൽ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? കുറഞ്ഞു വരുന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ഒരു നെഗറ്റീവ് സംഖ്യ ആണോ അല്ലെ? അങ്ങനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാ? സെക്കൻഡ് ടൈം ഞാൻ 30 ആയിട്ട് എടുത്തെന്ന് വിചാരിക്കുക, സെക്കൻഡ് ടൈം 30. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം എത്രയായിരിക്കും? സെക്കൻഡും തേർഡും കൂടെ ചേർക്കുമ്പോൾ 50 അല്ലേ കിട്ടേണ്ടത്? അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈമോ? 20 ആയിരിക്കും അല്ലെ? അതായത് ഇവിടെ നോക്കിക്കേ, കുറഞ്ഞു വരുന്ന രീതിയിലേ പോയേക്കുന്നത്. സെക്കൻഡ് ടൈം 30 ആണ്, തേർഡ് ടൈം വന്നപ്പോൾ 20 ആയിട്ട് കുറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 20 - 30 ചെയ്യേണ്ടി വരൂല്ലേ? 20 - 30 ദാറ്റ് ഈസ് ഈക്വൽ ടു -10 കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം എന്തായിരിക്കും? സെക്കൻഡ് ടൈമിൽ നിന്ന്, അതായത് 30ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? നമ്മുടെ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? അപ്പോൾ സബ്ട്രാക്ട് ചെയ്യണം എന്ത്? കോമൺ ഡിഫറൻസ് -10 സബ്ട്രാക്ട് ചെയ്യണം. അതായത് നമുക്ക് എന്ത് കിട്ടും? 30 + 10 എന്ന് കിട്ടും അല്ലെ? അതായത് 40 കിട്ടും അല്ലെ? അതായത് ഫസ്റ്റ് ടൈം എത്രയാണ്? 40. ഇനി ഫോർത്ത് ടൈം കണ്ടുപിടിക്കത്തില്ലേ? അതെങ്ങനെയാ? തേർഡ് ടൈമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? തേർഡ് ടൈം എത്രയാണ്? 20. തേർഡ് ടൈമിനോട് കോമൺ ഡിഫറൻസ് -10 ആഡ് ചെയ്യണം അല്ലെ? അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 20 - 10 10 കിട്ടും അല്ലെ? നമുക്ക് ഫോർത്ത് ടൈം 10 ആയിട്ട് കിട്ടും എക്സെട്ര. ഇതും അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയല്ലേ? പക്ഷെ കുറഞ്ഞു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. അത് കാരണം പേഴ്സ് ആയിട്ട് എടുക്കണം. ഓരോ പെയറിന്റെയും സമ്മുകൾ ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The first term of an arithmetic sequence is 5 and the sum of the first 6 terms is 105. Calculate the first 6 terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105ഉമാണ്. ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് എഴുതിയാലോ? ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് അല്ലെ? 5. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, അത് 5 ആണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ആദ്യത്തെ 6 ടൈമുകളുടെ തുകയും തന്നിട്ടുണ്ട് അല്ലെ? അതായത് സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം, സിക്സ്ത് ടൈം. ഇത്രയും ടൈംസിന്റെ സം വന്നിട്ടില്ലേ? സം എത്രയാണ്? അത് 105 അല്ലേ? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 ടൈംസിന്റെ സം തന്നിട്ടുണ്ട് അല്ലെ? 105. കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ടൈംസ് അല്ലേ? 6 പദങ്ങൾ, അതായത് പദങ്ങളുടെ എണ്ണം ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ പെയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണം അല്ലെ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ഓഫ് ടൈംസ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ പെയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെയായിരുന്നു പെയേഴ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ജോഡികൾ ഉണ്ടാക്കുന്നത്?
ഫസ്റ്റ് ടൈം സിക്സ്ത് ടൈമും തമ്മിൽ ഒരു ജോഡി, അടുത്തത് സെക്കൻഡ് ഫിഫ്ത്തും തമ്മിൽ അടുത്ത ജോഡി, തേർഡും ഫോർത്തും തമ്മിൽ അടുത്ത ജോഡി അല്ലേ. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈവൻ നമ്പർ ഓഫ് ടൈംസിന്റെ സമ്മാണ് തന്നിരിക്കുന്നത് എങ്കിൽ ആദ്യം നമ്മളിവിടെ ജോഡികൾ കൺസ്ട്രക്ട് ചെയ്യണം. നമുക്കിവിടെ എത്ര ജോഡികൾ കിട്ടി? 3 ജോഡികൾ കിട്ടി അല്ലേ. ഈ ജോഡികളുടെ സമ്മിന്റെ പ്രത്യേകത എന്തായിരുന്നു? ജോഡികളുടെ സം എപ്പോഴും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6 ടൈംസ് ആണ്. 6 ടൈംസിന്റെ സം 105 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം, ഈ 3 പെയർസിന്റെ സം ഈക്വൽ ആണെന്ന് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു പെയറിന്റെ സം എത്രയായിരിക്കും? 105നെ 3 കൊണ്ട് ഹരിച്ചാൽ പോരെ. സം ഓഫ് 1 പെയർ, ടോട്ടൽ സം 105 ആണ്. അതിന് ഏതുകൊണ്ട് ഹരിക്കണം? പെയറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം അല്ലെ. അതായത് എത്ര പെയറുകളുണ്ട്? 3 എണ്ണം അല്ലെ. അപ്പോൾ 105 ഡിവൈഡഡ് ബൈ 3, 105 ഡിവൈഡഡ് ബൈ 3, 10നകത്ത് 3 പ്രാവശ്യം അല്ലെ. 3 9, റിമൈൻഡർ 1, 5 ഇറക്കി എഴുതി 15. 15നകത്ത് 3 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം അല്ലെ. 3 5 15. അതായത് നമുക്ക് എത്ര കിട്ടി? 35 കിട്ടി അല്ലെ. അതായത് ഒരു പെയറിന്റെ സം എത്രയായിട്ട് കിട്ടി? 35 ആയിട്ട് കിട്ടി. ഇനി നോക്കുക, നമുക്ക് ഒരു ടൈം തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. ആ ഫസ്റ്റ് ടൈമുമായിട്ടുള്ള പെയർ ഏതാ? സിക്സ്ത് ടൈം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ പെയറിന്റെ സം എത്രയാ? 35 ആണല്ലോ. ആ 35 വെച്ച് സിക്സ്ത് ടൈം നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ? എത്രയായിരിക്കും? 5ന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്താലാ 35 കിട്ടുന്നത്? 30 കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. അതായത് ഫസ്റ്റ് ടൈമും സിക്സ്ത് ടൈമും ആണ് ഒരു പെയറിലുള്ളത്. ആ പെയറിന്റെ സം 35 ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു ടൈം നമുക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേ ടൈം കണ്ടുപിടിക്കത്തില്ലേ? അങ്ങനെ നമ്മൾ മറ്റേ ടൈം കണ്ടുപിടിച്ചു അല്ലെ. 5ഉം 30യും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്? 35 കിട്ടുന്നത്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 2 ടൈംസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ. ഇനി ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കത്തില്ലേ? അതിനെന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കുക. പൊസിഷൻ ഡിഫറൻസ് ഫസ്റ്റ് പൊസിഷനിലെയും സിക്സ്ത് പൊസിഷനിലെയും ടൈമുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഡിഫറൻസ് എത്രയായിരിക്കും? 6 - 1 അല്ലെ, 5. അടുത്ത ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കണം. ടൈം ഡിഫറൻസ് അത് എത്രയാ? ഫസ്റ്റ് പൊസിഷനിൽ 5 ആണ്, സിക്സ്ത് പൊസിഷനിൽ 30 ആണ് അല്ലെ. അതായത് ടൈം ഡിഫറൻസ് 30 - 5, 30 - 5 25 അല്ലെ. അതായത് ടൈം ഡിഫറൻസ് നമുക്ക് 25 ആയിട്ട് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 5 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് 25 ടൈം ഡിഫറൻസ്. അതായത് കോമൺ ഡിഫറൻസ് എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 5 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. നമ്മുടെ കോമൺ ഡിഫറൻസ് 5 ആയിട്ട് കിട്ടി. ഇനി ബാക്കിയുള്ള എല്ലാ ടൈമുകളും കണ്ടുപിടിക്കത്തില്ലേ? ഫസ്റ്റ് ടൈം 5, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈമോ? ഫസ്റ്റ് ടൈമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അതായത് 5 + 5 10. അടുത്ത തേർഡ് ടൈം, സെക്കൻഡ് ടൈമിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. 10 + 5 15. അടുത്ത ഫോർത്ത് ടൈമോ? 15 + 5 20. ഫിഫ്ത്ത് ടൈമോ? 20 + 5 25. സിക്സ്ത് ടൈം 30 എക്സെട്ര. ഇതായിരിക്കും നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കിക്കേ. കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 ടൈംസിന്റെ സമ്മല്ലേ 105. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ബാക്കി 5 ടൈമുകളുടെ സം എത്രയായിരിക്കും? 6 ടൈമുകളുടെ സമ്മാണ് 105. ഫസ്റ്റ് ടൈം 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 5 എണ്ണത്തിന്റെ സമോ 100 ആയിരിക്കൂലേ. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടി? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡ് നമ്പർ ഓഫ് ടൈംസിന്റെ സമ്മാണ് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 ടൈംസിന്റെ സമ്മാണ് അല്ലെ 100 എന്ന് പറയുന്നത്. 6 ടൈമിൽ നിന്ന് ഒരു ടൈം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള 5 എണ്ണം അല്ലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈംസ് അല്ലേ. കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 ടൈംസിന്റെ സമ്മാണ് 100 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? സെന്ററിലത്തെ ടൈം കണ്ടുപിടിക്കത്തില്ലേ? അതായത് എന്ത് ചെയ്താൽ മതി? കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 ടൈംസിന്റെ സമ്മിനെ, അതായത് 100നെ ഏതുകൊണ്ട് ഹരിച്ചാൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ. നമ്മൾ ബാക്കി എടുത്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് 5 അല്ലേ. 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 20 കിട്ടും അല്ലെ. അതായത് ഫോർത്ത് ടൈം, ഈ 5 ടൈമുകളിൽ നടുവിൽ വരുന്ന ടൈം, അതായത് ഫോർത്ത് ടൈം അല്ലെ. ഫോർത്ത് ടൈം എത്രയായിട്ട് കിട്ടും? 20 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാമല്ലോ. ഈ രീതിയിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. The sum of the 7th and 8th times of an arithmetic sequence is 50. Calculate the sum of the first 14 times. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെയും 8ാം പദത്തിന്റെയും തുക 50 ആണ്. ആദ്യത്തെ 14 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെയും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യത്തെ 14 ടൈംസിന്റെ സമ്മല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ടൈമുകളുടെ എണ്ണം എത്രയാണ്? 14 അല്ലെ. ഒരു ഈവൻ നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ. അതായത് ഇവിടെ നമുക്കൊരു ചെറിയ കാര്യം മനസ്സിലാക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈവൻ നമ്പർ ഓഫ് ടൈംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ.
അതായത് ഈവൻ നമ്പർ ഓഫ് ടൈംസിന്റെ സമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ആലോചിക്കണം. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് എഴുതിയാലോ. 7th ടൈമിന്റെയും 8th ടൈമിന്റെയും സമ്മ് തന്നിട്ടുണ്ട് അല്ലെ 50. 7th ടൈമിന്റെയും 8th ടൈമിന്റെയും സമ്മാണ് എത്ര 50 അല്ലെ. സമ്മ് 50 ആണ്. അപ്പോൾ രണ്ട് ടൈമുകളുടെ സമ്മാണ് തന്നിരിക്കുന്നത് അല്ലെ 50. നമുക്ക് വേണ്ടത് എന്താ? ആദ്യത്തെ 14 ടൈംസിന്റെ സമ്മാ വേണ്ടത്. നമ്മൾ ഇവിടെ ഒരു കാര്യം പഠിച്ചായിരുന്നല്ലോ, പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ ടേംസിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും അല്ലെ. പൊസിഷൻസിന്റെ സമ്മ് ഇവിടെ എത്രയാണ്? 7 + 8 15 അല്ലെ. അതായത് പൊസിഷൻസിന്റെ സമ്മ് 15 ആണ്. പൊസിഷൻസിന്റെ സമ്മ് 15 വരുന്ന രീതിയിൽ ഓരോ ജോഡികൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനിലുള്ള ടേംസിന്റെ സമ്മ് എത്ര തന്നെയായിരിക്കും? 50 തന്നെയായിരിക്കും അല്ലെ. അത് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ ടേംസിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ പൊസിഷൻസിന്റെ സമ്മ് 15 വരുന്ന രീതിയിൽ ഏതൊക്കെ പൊസിഷൻസ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും? 6th പൊസിഷനും 9th പൊസിഷനും ഒന്ന് എടുത്ത് നോക്കിക്കേ. പൊസിഷൻസിന്റെ സമ്മ് എത്രയാ? 6 + 9 15 അല്ലേ. അതായത് ഈ പൊസിഷനിൽ വരുന്ന ടേംസിന്റെ സമ്മും എത്ര തന്നെയായിരിക്കും? 50 ആയിരിക്കും അല്ലെ, 50 ആയിരിക്കും. കാരണം എന്താ? ഈ 7th പൊസിഷനിലെ ടൈമിന്റെയും 8th പൊസിഷനിലെ ടൈമിന്റെയും കൂടെ സമ്മ് എത്രയാന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 50 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ പൊസിഷൻസിന്റെ സമ്മ് 6 + 9 15. പൊസിഷൻസിന്റെ സമ്മ് 15 കിട്ടുന്ന ഏതൊരു പെയർ എടുത്താലും അതിലെ ടേമുകളുടെ സമ്മ് എത്ര തന്നെയായിരിക്കും? 50 തന്നെയായിരിക്കും, 50 തന്നെയായിരിക്കും അല്ലെ. ഇനി ഒന്നുകൂടെ പുറകോട്ട് വന്നേ. 5th പൊസിഷനും 10th പൊസിഷനും എടുത്ത് നോക്കിയാലോ. പൊസിഷൻസിന്റെ സമ്മ് എത്രയാ? 10 × 5 = 15 അല്ലെ, 15 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ടേംസിന്റെ സമ്മ് എത്ര തന്നെയായിരിക്കണം? 50 തന്നെയായിരിക്കണ്ടേ, 50 ആയിരിക്കും അല്ലെ. അടുത്ത 4th പൊസിഷനും 11th പൊസിഷനും എടുത്ത് നോക്കിയാലോ. 11 × 4 = 15 അല്ലേ. പൊസിഷൻസിന്റെ സമ്മ് എത്ര തന്നെയാണ്? 15 തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ടേംസ് തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? അത് 50 തന്നെയായിരിക്കും അല്ലെ, 50 തന്നെയായിരിക്കും അല്ലെ. അപ്പോൾ അതിന്റെ സമ്മും 50 തന്നെയാണ്. ഇനി 3rd പൊസിഷനും 12th പൊസിഷനും ഒന്ന് എടുത്ത് നോക്കിക്കേ. 12 × 3 = 15 അല്ലെ. പൊസിഷൻസിന്റെ സമ്മ് 15 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ടേമുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? അവയുടെ സമ്മ് 50 അല്ലെങ്കിൽ 50 തന്നെയായിരിക്കുമല്ലോ. അവയുടെ സമ്മും 50 ആയിരിക്കും അല്ലെ. ഇനി അടുത്തത് 2nd ടൈമും 13th ടൈമും എടുത്ത് നോക്കുക. 2ഉം 13ഉം 15 അല്ലെ. പൊസിഷൻസിന്റെ സമ്മ് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ടേംസുകൾ തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര വരും? അത് 50 തന്നെ വരത്തില്ലേ. അവയുടെ സമ്മും 50 തന്നെ വരും അല്ലെ. അവയുടെ സമ്മ് 50 വരും. ഇനി അടുത്ത് നമ്മുടെ ഫസ്റ്റ് ടൈമും 14th ടൈമും കൂടെ ആഡ് ചെയ്തു. പൊസിഷൻസിന്റെ സമ്മ് എത്രയാ? 1ഉം 14ഉം 15 അല്ലെ. പൊസിഷൻസിന്റെ സമ്മ് നമുക്ക് 15 തന്നെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ടേമുകൾ തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? അതും 50 തന്നെയല്ല കിട്ടുന്നത്. അത് നമുക്കറിയാം അല്ലെ. കാരണം പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ ടേംസിന്റെ സമ്മും എത്ര തന്നെയായിരിക്കും? 50 തന്നെയായിരിക്കും അല്ലെ. അതായത് പെയറുകളുടെ സമ്മ് 50 ഉള്ള എത്ര പെയറുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 7 × 8 ഒരു പെയർ അല്ലെ. 6 × 9 അടുത്ത പെയർ അല്ലെ. അപ്പോൾ 2 പെയറായി. ഇവിടെ 3 പെയറായി, 4 പെയർ, 5 പെയർ, 6 പെയർ, 7 പെയർ. ശരിയാണല്ലോ. 7 പെയറാണ് നമുക്കുള്ളത്. പെയറുകളുടെ സമ്മ് 50 ഉള്ള 7 പെയറാണല്ലേ നമുക്കുള്ളത്. അപ്പോൾ എത്ര വരെയുള്ള ടൈമുകൾ വന്നിട്ടുണ്ട്? ഫസ്റ്റ് ടൈം മുതൽ 14th ടൈം വരെ വന്നിട്ടില്ലേ? അതല്ലായിരുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 14 ടൈംസിന്റെ സമ്മല്ലായിരുന്നു ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പറയാം ഈ 14 ടൈംസിനെ 7 പെയറുകളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ആ 7 പെയർസിന്റെ സമ്മുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 വെച്ചാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സമ്മ് എത്രയായിരിക്കും? സം ഓഫ് 14 ടൈംസ്. അത് എത്രയായിരിക്കും? 7 പെയറുകളുണ്ട്. 7 പെയറുകൾക്ക് എത്ര വെച്ച സമ്മുള്ളത്? 50 വെച്ച് അല്ലെ. അപ്പോൾ 7 × 50 എത്ര വരും? 350 അല്ലെ. 350 ആയിരിക്കും ഈ 7 പെയറുകളുടെയും കൂടെ ആകെ സമ്മ്. ഇവിടെ ഇനി മനസ്സിലാകുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാ? 14 ടൈംസിന്റെ സമ്മാണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കറിയാം 14 ടൈംസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണല്ലേ. അപ്പോൾ എങ്ങനെയായാലും പെയർ ആയിട്ടാണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവൂ അല്ലെ. 7 8 ഒരു പെയർ ആയിട്ടാണല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 14ന്റെ നേരെ നടുവിലല്ല ഈ 7 8 കിടക്കുന്നത്. നമ്മൾ പെയർ ആക്കി എടുക്കുമ്പോൾ അങ്ങനെയല്ലായിരുന്നു കിട്ടാറ്. നടുക്കുള്ള രണ്ടെണ്ണം ഒരു പെയർ ആയിട്ട് വരും അല്ലെ. അതായത് 7ാമത്തെ 8ാമത്തെ ടൈം ഈ 14 ടൈംസിന്റെ കൃത്യം നടുവിലാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് അതൊരു സെന്റർ പെയർ ആണ്. അപ്പോൾ പകുതി സംഖ്യകൾ ഈ സൈഡിലും പകുതി സംഖ്യകൾ ഈ സൈഡിലും അല്ലായിരിക്കും വരുന്നത്. 2 സൈഡിൽ നിന്ന് ഓരോന്നിടത്തല്ലേ പെയർ ചേർക്കുന്നത്. അതായത് ടോട്ടൽ 14 ടൈംസ് ആണ് ഉള്ളതെങ്കിൽ എത്ര പെയർ കാണും? അതിന്റെ നേരെ പകുതി അല്ലെ. 7 പെയറുകളാണ് കാണുന്നത്. 7 പെയർ ഉണ്ടായിരിക്കും അവിടെ.
അതായത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം. ടോട്ടൽ 14 ടേംസ് ആയതുകൊണ്ട് 7th ടേമും 8th ടേമും കൂടുന്നതാണ് ഒരു പെയർ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 14 ടേംസ് എന്ന് പറയുന്നത് 7 പെയറുകൾ ചേരുന്നതാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് നടുവിലെ പെയറിന്റെ സമ്മ് 50 അല്ലെ, ആ 50നെ എത്ര പെയറും കൊണ്ട് ഗുണിക്കണം? 7 പെയറും കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 7 × 50 350. ഈ രീതിയിൽ എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ 3 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 1ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഈസ് 300. ആദ്യ പദം 30, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? എത്ര ടേംസിന്റെ സമ്മ തന്നിരിക്കുന്നത്? ഫസ്റ്റ് 3 ടേംസിന്റെ സമ്മാലെ തന്നിരിക്കുന്നത്. അതായത് 3 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് 3 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡ് നമ്പർ ഓഫ് ടൈംസിന്റെ സമ്മാണ് തന്നിരിക്കുന്നത് ഏത്? 300. ഓഡ് നമ്പർ ഓഫ് ടൈംസിന്റെ സം ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മിഡിൽ ടൈം കണ്ടുപിടിക്കത്തില്ലേ? മിഡിൽ ടൈം എന്ന് പറയുന്നത് എത്രാമത്തെ ടൈം ആയിരിക്കും? ഫസ്റ്റ് 3 ടൈംസിനെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. അതിനകത്ത് മിഡിൽ ടൈം ഏതാണ്? സെക്കൻഡ് ടൈം ആയിരിക്കും അല്ലെ. അപ്പോൾ ഇതിനകത്തുനിന്ന് സെക്കൻഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സമ്മിനെ ടേമുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് സെക്കൻഡ് ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു സം എത്രയാണ്? 300 അല്ലെ. 300 ഡിവൈഡഡ് ബൈ ടേമുകളുടെ എണ്ണം 3 അല്ലെ. 3 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 100 കിട്ടും അല്ലെ. അതായത് ഇതിനകത്ത് സെക്കൻഡ് ടൈം എത്രയാണ്? 100. ഫസ്റ്റ് ടൈം എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാ? 30 അല്ലെ. ഫസ്റ്റ് ടൈം 30. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം കണ്ടുപിടിക്കത്തില്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. കോമൺ ഡിഫറൻസ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 30. എത്ര കിട്ടും? 70 കിട്ടും അല്ലെ. അതായത് കോമൺ ഡിഫറൻസ് 70 ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ടൈമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. അതായത് 100 + 70 എത്ര കിട്ടും? 170 കിട്ടും. അപ്പോൾ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? 30, 100, 170. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈം ഈസ് 30 and the sum of the first 4 times is 300. ആദ്യ പദം 30, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300. ഇവിടെ കൊടുത്തിരിക്കുന്ന സീക്വൻസ് ശ്രദ്ധിച്ചോ. എത്ര ടൈംസിന്റെ സമ്മ? ഫസ്റ്റ് 4 ടൈംസിന്റെ സമ്മാണ് അല്ലെ. അതായത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം. 4 ടൈംസിന്റെ സമ്മാണ് കൊടുത്തിരിക്കുന്നത് 300. 4 ടൈംസ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് ടൈംസ് അല്ലേ. ടൈമുകളുടെ എണ്ണം ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ. അതുകൊണ്ട് നടുവിലത്തെ ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? പെയറുകളുടെ സം എടുക്കണം അല്ലെ. അതായത് ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും തമ്മിൽ ഒരു പെയർ ഉണ്ടാക്കണം, സെക്കൻഡ് ടൈമും തേർഡ് ടൈമും തമ്മിൽ ഒരു പെയർ ഉണ്ടാക്കണം അല്ലെ. 2 പെയർ കിട്ടി. ഈ 2 പെയറുകളുടെ സമ്മാണ് എത്ര കിട്ടിയിരിക്കുന്നത്? 300 കിട്ടിയിരിക്കുന്നത് അല്ലെ. ആകെ 4 ടൈമുകളുടെ സമ്മ് അല്ലെങ്കിൽ 2 പെയറുകളുടെ സമ്മ് എത്രയാണ്? 300 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു പെയറിന്റെ സമ്മ കണ്ടുപിടിക്കണ്ടേ? സം ഓഫ് 1 പെയർ. അത് എത്രയാണ്? ടോട്ടൽ എത്ര പേരുണ്ട്? 2 പേർ അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 300 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 150 കിട്ടും അല്ലെ. ഒരു പെയറിന്റെ സമ്മ 150 എന്ന് കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ടല്ലോ 30 അല്ലെ. ഫസ്റ്റ് ടൈം 30. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും ചേർത്തല്ലേ ഒരു പെയർ. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം എത്രയായിരിക്കും? 120 ആയിരിക്കും അല്ലെ. കാരണം 30യും 120 ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുന്നത്? 150 കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഫോർത്ത് ടൈം നമുക്ക് കിട്ടി 120. ഇനി സെക്കൻഡും തേർഡും കണ്ടുപിടിക്കണം അല്ലെ. അതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണ്ടേ? കോമൺ ഡിഫറൻസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ആദ്യം പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. പൊസിഷൻ ഡിഫറൻസ് ഫസ്റ്റ് ടൈമോ ഫോർത്ത് ടൈമോ തന്നിരിക്കുന്നത് അല്ലെ. അതായത് 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനി ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. ടൈം ഡിഫറൻസ് ഏതൊക്കെയായിരുന്നു ടൈം? ഫസ്റ്റ് ടൈം 30, ഫോർത്ത് ടൈം 120 അല്ലെ. അതായത് 120 - 30 എത്ര കിട്ടും? 90 കിട്ടും അല്ലെ. അതായത് 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് 90 ശരിയല്ലേ. അതായത് 3D ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അങ്ങനെയാണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 3 സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. അതായത് 90 ഡിവൈഡഡ് ബൈ 3 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. നമ്മുടെ കോമൺ ഡിഫറൻസ് 30 ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈം എത്രയായിരിക്കും? 30യുടെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. 30 + 30 60. തേർഡ് ടൈമോ 60യുടെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ എത്ര കിട്ടും? 90. അതായത് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ചെയ്ത് കിട്ടും 30, 60, 90, 120 എക്സെട്ര.
അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടൈം ഈസ് 30 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടൈംസ് ഈസ് 300. ആദ്യ പദം 30 ആണ്, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം. ഇത്രയും ടൈംസിന്റെ സം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് എത്ര ടൈമുകളുടെ സമ്മ? 5 ടൈമുകളുടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ടൈംസ് അല്ലേ, അല്ലെങ്കിൽ ടൈമുകളുടെ എണ്ണം ഒറ്റ സംഖ്യ അല്ലേ. അങ്ങനെ ടൈമുകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്കതിനകത്തുനിന്ന് സെന്ററിലെ ടൈം കണ്ടുപിടിക്കത്തില്ലേ? സെന്ററിലെ ടൈം ഏതാണ്? തേർഡ് ടൈം അല്ലെ. തേർഡ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5 ടൈംസിന്റെ സമ്മിനെ ടൈമുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. സം എത്രയായിരുന്നു? 300 അല്ലെ. 300 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 300 ഡിവൈഡഡ് ബൈ 5. 30ൽ 5 6 ടൈംസ് അല്ലെ. 5 into 6 30, റിമൈൻഡർ 0. 0 ഇറക്കി എഴുതി, 0ൽ ഇല്ലാത്തതുകൊണ്ട് മുകളിൽ 0 കൊടുക്കണം അല്ലെ. 60 കിട്ടും. അതായത് മൂന്നാമത്തെ ടൈം 60 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഫസ്റ്റ് ടൈം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, അത് എത്രയാ? 30 അല്ലെ. 30. ഇനി ഈ ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും വെച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം കോമൺ ഡിഫറൻസ് വേണം അല്ലെ. അതിനുവേണ്ടി പൊസിഷൻ ഡിഫറൻസ്. ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ആണല്ലേ ടൈമുകൾ ഉള്ളത്. അതായത് 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അടുത്ത ടൈം ഡിഫറൻസ്. ഏതൊക്കെയാണ് ടൈം? തേർഡ് പൊസിഷനിൽ 60 ആണ് കിടക്കുന്നത്, ഫസ്റ്റ് പൊസിഷനിൽ 30 അല്ലെ. അതായത് 60 - 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അതായത് രണ്ട് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഈ 30 അല്ലെ. 2 കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? ഈ 2 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. 30 ഡിവൈഡഡ് ബൈ 2 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 15. നമുക്ക് കോമൺ ഡിഫറൻസ് 15 ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈം ഏതായിരിക്കും? ഫസ്റ്റ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അതായത് 30 + 15 നമുക്ക് 45 കിട്ടും അല്ലെ. അടുത്ത തേർഡ് ടൈം തന്നിട്ടുണ്ട്. ഫോർത്ത് ടൈം 60യുടെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണ്ടേ. അതായത് 60 + 15 എത്ര കിട്ടും? 75 അല്ലെ. അടുത്ത ഫിഫ്ത്ത് ടൈം 75ന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. 75 + 15 90 കിട്ടും അല്ലെ. 90 എക്സെട്ര. അതായത് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ചെയ്ത് കിട്ടി 30 45 60 75 90 എക്സെട്ര. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടൈം ഈസ് 30 ആൻഡ് the sum of the first 6 times is 300. ആദ്യ പദം 30, ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300. നമ്മളുടെ അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് അല്ലെ. അത് എത്രയാ? 30. ഇനി അടുത്തത് തന്നിരിക്കുന്നത് 6 ടൈംസിന്റെ സമ്മ തന്നിരിക്കുന്നത് അല്ലെ. അതായത് സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം, സിക്സ്ത് ടൈം. ഇത്രയും ടൈംസിന്റെ സമ്മ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 300 അല്ലെ. സമ്മ 300 ആണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം അല്ലെ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അതെങ്ങനെയായിരുന്നു? ഈ 6 ടൈം യൂസ് ചെയ്ത് ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ടൈം ഒഴിവാക്കിയിട്ട് ഈ 5 ടൈം മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യത്തെ രീതിയിൽ തന്നെ ചെയ്യാം. ഈവൻ നമ്പർ ഓഫ് ടൈംസിന്റെ സമ്മാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? ടൈംസിനെ നമ്മൾ പെയർ ആക്കി മാറ്റും അല്ലെ. അതിനുശേഷം പെയറുകളുടെ എല്ലാം സം ഈക്വൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഒരു ടൈം കണ്ടുപിടിക്കുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമും സിക്സ്ത് ടൈമും അല്ലെ ഒരു പെയർ. അടുത്ത പെയർ ഏതാ? സെക്കൻഡും ഫിഫ്ത്തും അല്ലെ. അടുത്തതോ? തേർഡും ഫോർത്തും അല്ലെ. ഇങ്ങനെയാണ് ഓരോ പെയറുകളായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പെയറുകളുണ്ട്? 3 പെയറുകളല്ലേ ഉള്ളത്. ഈ 6 ടൈംസിന്റെ സമ്മ് അല്ലെങ്കിൽ 3 പെയറുകളുടെ സമ്മ് അത് എത്രയാണ്? 300 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെയറിന്റെ സം എത്രയായിരിക്കും? സം ഓഫ് 1 പെയർ. ടോട്ടൽ 3 പെയറുകളാണുള്ളത്. ആ 3 പെയറുകളുടെ ആകെ സമ്മാണ് എത്ര? 300 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു പെയറിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ 300 ഡിവൈഡഡ് ബൈ 3 അല്ലേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 അല്ലേ. അതായത് ഒരു പെയറിന്റെ സം എത്രയാണ്? 100 എന്ന് കിട്ടി. ഏതൊക്കെ തമ്മിലാണ് പെയർ ചേർന്നിരിക്കുന്നത്? ഫസ്റ്റ് ടൈമും സിക്സ്ത് ടൈമും അല്ലേ പെയർ ചേർന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം 30 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ സിക്സ്ത് ടൈം എത്രയായിരിക്കും? അതിന് രണ്ടിന്റെയും കൂടെ സം 100 അല്ലെ. അങ്ങനെയാണെങ്കിൽ സിക്സ്ത് ടൈമോ 100ൽ നിന്ന് 30 കുറച്ചാൽ പോരെ. എത്രയാണ്? 70 അല്ലെ. അതായത് ഫസ്റ്റ് ടൈം 30, സിക്സ്ത് ടൈം 70. 2 ടൈം നമുക്കറിയാമെങ്കിൽ ബാക്കിയുള്ള ടൈമുകളെല്ലാം കണ്ടുപിടിക്കത്തില്ലേ. ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പൊസിഷൻ ഡിഫറൻസ് നമുക്ക് വേണം അല്ലെ. പൊസിഷൻ ഡിഫറൻസ്
ഏതൊക്കെ പൊസിഷനിലാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റും സിക്സ്തും അല്ലേ? അതായത് 6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അടുത്തതിന് ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കണം. ടൈം ഡിഫറൻസ് ഏതൊക്കെ ടൈമാ? 6th പൊസിഷനിലെ 70 അല്ലേ? 70 മൈനസ് ഫസ്റ്റ് പൊസിഷനിലെ 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 അല്ലേ? അതായത് പൊസിഷൻ ഡിഫറൻസ് 5ഉം കിട്ടി, ടൈം ഡിഫറൻസ് 40യും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 5 കോമൺ ഡിഫറൻസ് ചേരുന്നതാണ് അല്ലേ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് 5 കോമൺ ഡിഫറൻസ് 5d ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അങ്ങനെയാണെങ്കിൽ d എത്രയാണ്? 5 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പോരെ? 40 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. കോമൺ ഡിഫറൻസ് നമുക്ക് 8 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഓരോ ടൈമും കണ്ടുപിടിക്കത്തില്ലേ? ഫസ്റ്റ് ടൈം 30, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈമോ? ഫസ്റ്റ് ടൈമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ? അതായത് 30 + 8 38. അടുത്ത തേർഡ് ടൈമോ? വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ? 38 + 8 46. അടുത്ത ഫോർത്ത് ടൈം അല്ലേ? അതായത് 46 + 8 എത്ര കിട്ടും? 54. അടുത്തത് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തേ എത്ര കിട്ടും? 62 അല്ലേ? വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? 30, 38, 46, 54, 62, 70 എക്സെട്ര. ഇതായിരിക്കും നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ഉള്ള കേസും ഈവൻ നമ്പർ ഓഫ് ടൈംസ് ഉള്ള കേസും നമ്മൾ ചെയ്തല്ലേ? അത് രണ്ടും രണ്ട് രീതിയാണ്. ഓഡ് നമ്പർ ഓഫ് ടൈംസ് ഉള്ള കേസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡ് നമ്പർ ഓഫ് ടൈംസിന്റെ സം എന്ന് പറയുന്നത് നടുവിലത്തെ ടൈമിനെ ടേമുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ? ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിലോ ടേമുകളുടെ സം എന്ന് പറയുന്നത് പെയറുകളുടെ സം കൂടുന്നതാണ്. ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ഉള്ള കേസ് ഒരു രീതിയിൽ, ഈവൻ നമ്പർ ഓഫ് ടൈംസ് ഉള്ള കേസ് വേറൊരു രീതിയിൽ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്.